ഹായ്, ഇന്ന് നമുക്ക് പഠിക്കാൻ തന്നിട്ടുള്ള SCRT മെറ്റീരിയൽ എന്ന് പറയുന്നത് സോഷ്യൽ സയൻസിലെ പാർട്ട് ടു പാർട്ട് ടൂവിലെ, അതായത് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ പാർട്ട് ടൂവിലെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം, അതിന്റെ പാർട്ട് ടു ആണ്. പാർട്ട് 1 ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ കയറിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിലുണ്ടാവും പാർട്ട് 1. അപ്പോൾ കാണാത്തവർ അത് കാണുക. അത് കണ്ടതിന് ശേഷം വേണം ഈ ഒരു ക്ലാസ് കേൾക്കാനായിട്ട്. ഓക്കെ. അപ്പോൾ പിന്നെ അതിനു മുന്നേ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റും അതുപോലെ ലൈക്കുമാണ് എൻ്റെ മോട്ടിവേഷൻ, ക്ലാസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇതിൽ ഫസ്റ്റ് പറയുന്നത് ലാഹോർ സമ്മേളനം എന്ന വഴിത്തിരിവ്. ഓക്കെ, നോക്കാം നമുക്ക്. അതിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ്. ഞാനൊരു റിപ്പബ്ലിക്കനും സോഷ്യലിസ്റ്റുമാണ്. എനിക്ക് രാജാക്കന്മാരിലും രാജകുമാരന്മാരിലും വിശ്വാസമില്ല. പുത്തൻ വ്യവസായ രാജാക്കന്മാരെ സൃഷ്ടിക്കുന്ന വ്യവസ്ഥിതിയിലും എനിക്ക് വിശ്വാസമില്ല. ആരാ പറഞ്ഞിട്ടുള്ളത്? നെഹ്റു ആണ് അല്ലെ. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ബിപിൻ ചന്ദ്ര ഏറ്റാലിന്റെ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്. ഓക്കെ, ഈ ഒരു ഇത് എന്ത് ചെയ്യുക, നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് പുതിയതായിട്ട് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് എഴുതി വെച്ച് പഠിച്ച് വെച്ചേക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്താ പറയുക, പുതിയതായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ നമുക്ക് സ്റ്റിക്കി നോട്ട് അങ്ങനെ ചെറിയ ഇതൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സ്റ്റിക്കി നോട്ടിലൊക്കെ എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുന്ന ഇതിൻ്റെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒട്ടിച്ച് വെക്കുക. അപ്പോൾ അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ നമുക്ക് ഇപ്പം നമുക്ക് പഠിക്കുമ്പോൾ ഇത് ജവഹർലാൽ നെഹ്റു ആണ്, ഈസി ആയിട്ട് കിട്ടും. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ കുറേ ആളുകളുടെ വാക്കുകളൊക്കെ വരും. ഇപ്പം തന്നെ ഏകദേശം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതി വെച്ചാൽ നമുക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ നമ്മുടെ കൺമുന്നിൽ കാണുമ്പോൾ നമുക്കത് മാറിപ്പോവില്ല. ഓക്കെ, അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നോക്കാം നമുക്ക്. 1929 ഡിസംബറിൽ ലാഹോറിൽ നടന്ന കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു നടത്തിയ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്നുള്ള ഭാഗമാണിത്. 1929 ഡിസംബറിൽ ലാഹോറിൽ നടന്ന കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു നടത്തിയ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്നുള്ള ഭാഗമാണിത്. അപ്പം 1929 ഡിസംബറിൽ എവിടെയായിരുന്നു കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം നടന്നത്? ലാഹോറിലാണ്. ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആര്? അധ്യക്ഷൻ. ഓക്കെ ആണല്ലോ. ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ലാഹോർ സമ്മേളനം പല കാരണങ്ങൾ കൊണ്ട് സുപ്രധാനമായിരുന്നു. അവയിൽ ചിലത് ചുവടെ കൊടുത്തിരിക്കുന്നു. കോൺഗ്രസ് ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട സമ്മേളനമായിരുന്നു ഇത്. കോൺഗ്രസ് എന്ത് ചെയ്തു? ആദ്യമായിട്ട് പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടു. ഇതിനായി ബഹുജന സമരം ആരംഭിക്കാൻ ഗാന്ധിജിയെയാണ് ചുമതലപ്പെടുത്തിയത്. ത്രിവർണ പതാക സ്വീകരിച്ചു. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. സ്വാതന്ത്ര്യത്തിന് മുമ്പ് സ്വാതന്ത്ര്യ ദിനാഘോഷം. അപ്പൊ എന്താ അതിൽ പറയുന്നത്? ലാഹോർ സമ്മേളന തീരുമാന പ്രകാരം 1930 ജനുവരി 26-ന് ഇന്ത്യ മുഴുവനും സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചു. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരേ സമയം യോഗങ്ങൾ ചേർന്ന് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ദേശീയ പതാക ഉയർത്തിയും ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചും ജനം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കാളികളായി. ചർക്കയിൽ നൂൽനൂൽപ്പ്, മദ്യനിരോധന പ്രവർത്തനങ്ങൾ, ഹിന്ദു മുസ്ലിം ഐക്യപ്രചരണം എന്നിവയും ഇതിന്റെ ഭാഗമായി നടന്നു. തുടർന്നുള്ള വർഷങ്ങളിലും ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിച്ചു. സ്വാതന്ത്ര്യാനന്തരം റിപ്പബ്ലിക് ദിനമായി ജനുവരി 26 തെരഞ്ഞെടുത്തത് ഈ പശ്ചാത്തലത്തിലാണ്. മനസ്സിലായോ? അപ്പോൾ മനസ്സിലാവാത്തവർക്ക് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ലാഹോർ സമ്മേളനത്തിൽ എന്താ പറഞ്ഞത്? ലാഹോർ സമ്മേളനത്തിൽ കോൺഗ്രസ് ആദ്യമായിട്ട് പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു. ഇതിനായി ബഹുജന സമരം ആരംഭിക്കാൻ ഗാന്ധിജിയെ ചുമതലപ്പെടുത്തി. ത്രിവർണ പതാക സ്വീകരിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ പറയുന്നത്, ലാഹോർ സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരം 1930 ജനുവരി 26-ന്, വർഷവും ഡേറ്റും ഇമ്പോർട്ടന്റ് ആണ്, 1930 ജനുവരി 26-ന് ഇന്ത്യ മുഴുവനും സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിച്ചു.
ഓക്കെ. ഈ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരേ സമയം യോഗങ്ങൾ ചേർന്ന് സ്വാതന്ത്ര്യ പ്രഖ്യാപനവും നടത്തി. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും എന്ത് ചെയ്തു? ഒരേ സമയം യോഗങ്ങൾ ചേർന്ന് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുകയാണ്. ദേശീയ പതാക ഉയർത്തിയും ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചും ജനം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കാളികളായി. എന്തൊക്കെ ചെയ്തു അവര്? ചർക്കയിൽ നൂൽനൂൽപ്പ്, മദ്യനിരോധന പ്രവർത്തനങ്ങൾ, ഹിന്ദു മുസ്ലിം ഐക്യപ്രചരണം എന്നിവയും ഇതിന്റെ ഭാഗമായിട്ട് നടന്നു. തുടർന്നുള്ള വർഷങ്ങളിലും ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചു. സ്വാതന്ത്ര്യാനന്തരം റിപ്പബ്ലിക് ദിനമായി ജനുവരി 26 തെരഞ്ഞെടുത്തത് ഈ പശ്ചാത്തലത്തിലാണ്. മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ദണ്ഡിയിലെ കടലിരമ്പം. ലാഹോർ സമ്മേളന തീരുമാനപ്രകാരം പൂർണ്ണ സ്വാതന്ത്ര്യം നേടുക എന്ന ലക്ഷ്യവുമായി ഒരു ബഹുജന സമരം തുടങ്ങാൻ ഗാന്ധിയെ ചുമതലപ്പെടുത്തിയിരുന്നു. അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു ബഹുജന സമരം തുടങ്ങാൻ ആരെ ഏർപ്പെടുത്തിയത്? ഗാന്ധിജിയെ. അങ്ങനെ സമരം ആരംഭിക്കുന്നതിന് മുമ്പ് ഗാന്ധിജി വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവിന് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലെ ഇന്ത്യക്കാരുടെ പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കത്ത് നൽകിയിരുന്നു. ആരായിരുന്നു വൈസ്രോയി ആ സമയത്ത്? ഇർവിൻ പ്രഭു. അങ്ങനെ സമരം ആരംഭിക്കുന്നതിന് മുമ്പ്, ഏത് സമരം? ലാഹോർ സമ്മേളന തീരുമാനപ്രകാരം പൂർണ്ണ സ്വാതന്ത്ര്യം നേടുക എന്ന ലക്ഷ്യവുമായി ബഹുജന സമരം തുടങ്ങാൻ ഗാന്ധിജിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ഈ സമരം ആരംഭിക്കുന്നതിന് മുമ്പ് ഗാന്ധിജി വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവിന് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലെ ഇന്ത്യക്കാരുടെ പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കത്തൊക്കെ നൽകിയിരുന്നു. സർക്കാരിനെതിരെ സിവിൽ നിയമലംഘന സമരം ആരംഭിക്കുന്ന കാര്യവും കത്തിൽ സൂചിപ്പിച്ചിരുന്നു. എന്താ സൂചിപ്പിച്ചേ? സിവിൽ നിയമലംഘന സമരം, അല്ലെ? അപ്പോ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും സമരത്തിൽ പങ്കാളികളാക്കുക എന്നതായിരുന്നു നമ്മുടെ ഗാന്ധിയുടെ ലക്ഷ്യം. തുടർന്ന് ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് നിയമലംഘന സമരം തുടങ്ങാൻ ഗാന്ധിജി തീരുമാനിച്ചു. ഇവിടെ പിക്ചറൊക്കെ കണ്ടല്ലോ, ഗാന്ധിജി ഉപ്പ് കയ്യിലെടുത്ത് നിയമം ലംഘിക്കുന്നത്. നോക്കി നോക്കാട്ടോ. ഓക്കെ. ഇനി എന്താണ്? ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് വെച്ച്, എവിടെയാണ്? ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിയമം ലംഘിക്കാനായിരുന്നു തീരുമാനം. ഇതിനായി സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജിയും തിരഞ്ഞെടുക്കപ്പെട്ട 78 സന്നദ്ധ പ്രവർത്തകരും പദയാത്ര നടത്തി. 78 ഉള്ളതൊന്ന് നോക്കി വെച്ചേക്കാം. അപ്പൊ ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിയമം ലംഘിക്കാനായിരുന്നു തീരുമാനം ഉണ്ടായിരുന്നത്. ഇതിനു വേണ്ടിയിട്ട് സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജിയും തിരഞ്ഞെടുക്കപ്പെട്ട 78 സന്നദ്ധ പ്രവർത്തകരും പദയാത്ര നടത്തി. അങ്ങനെ 24 ദിവസം നീണ്ടുനിന്ന യാത്ര റിപ്പോർട്ട് ചെയ്യാൻ നിരവധി വിദേശ പത്രപ്രവർത്തകരും എത്തിച്ചേർന്നു. എത്ര ദിവസം നീണ്ടുനിന്ന യാത്രയായിരുന്നു? 24 ദിവസം. യാത്രയിൽ പാതയ്ക്ക് ഇരുവശവും തിങ്ങിക്കൂടിയവരോട് ഗാന്ധിജി ശുചിത്വബോധം, ഖാദി ധരിക്കേണ്ടതിന്റെ ആവശ്യകത, സാമുദായിക സൗഹാർദ്ദം തുടങ്ങിയവയെ കുറിച്ച് ഉത്ബോധിപ്പിച്ചു. അപ്പം ഈ യാത്ര പോകുന്നതിനിടക്ക് രണ്ട് സൈഡിലും ആളുകൾ തിങ്ങിക്കൂടിയിട്ടുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഗാന്ധിജി അവരോട് പറയാണ് എന്തിനൊക്കെ വേണ്ടിയിട്ട്? ശുചിത്വബോധം, ഖാദി ധരിക്കേണ്ടതിന്റെ ആവശ്യകത, സാമുദായിക സൗഹാർദ്ദം, ഇതിനെ കുറിച്ചൊക്കെ ഉത്ബോധിപ്പിച്ചിട്ടാണ് ഗാന്ധിജി പോകുന്നത്. 1930 ഏപ്രിൽ 6 ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിർമ്മിച്ച് ഗാന്ധിജി നിയമലംഘന സമരത്തിന് തുടക്കം കുറിച്ചു. അങ്ങനെ 1930 ഏപ്രിൽ 6 ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിർമ്മിച്ച് ഗാന്ധിജി എന്ത് ചെയ്യാണ്? നിയമലംഘന സമരത്തിന് തുടക്കം കുറിച്ചു. ഉപ്പ് നിർമ്മിക്കുന്നത് സംബന്ധിച്ച ലഘുലേഖകൾ തയ്യാറാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇവിടെ ഒരു ചോദ്യം, എന്തുകൊണ്ട് ഉപ്പ്? ഉപ്പ് നിർമ്മാണം എന്തായിരുന്നു? എന്തിനാ ഈ ഉപ്പിനെടുത്തതെന്ന് ചോദിച്ചാല്, ഉപ്പ് നിർമ്മാണം സർക്കാരിന്റെ കുത്തകയായിരുന്നു. അതിനാൽ സ്വകാര്യ വ്യക്തികൾ ഉപ്പ് നിർമ്മിക്കുന്നത് കുറ്റകരമായിട്ട് കണക്കാക്കി അവർക്ക് ശിക്ഷ വിധിച്ചു. ഈ നിയമം ലംഘിക്കാനായിരുന്നു ഗാന്ധിജിയുടെ തീരുമാനം. പൊതുവെ ഉഷ്ണമേഖലാ കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഇന്ത്യയിലെ ജനങ്ങൾക്കും വളർത്തുമൃഗങ്ങൾക്കുമെല്ലാം ഒരുപോലെ അത്യന്താപേക്ഷിതമായ വസ്തുവാണ് ഉപ്പ്, അല്ലെ? കാർഷിക ആവശ്യങ്ങൾക്ക് കൂടി ഉപയോഗിച്ചിരുന്ന ഉപ്പിന്മേലുള്ള
സർക്കാരിന്റെ കുത്തകയെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് നിന്ദ്യമായ കുത്തക എന്നായിരുന്നു. അടിവരയിട്ട് പഠിച്ചോ, മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ നിന്ദ്യമായ കുത്തക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ പല ആൻസറിലേക്കും പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഇപ്പൊ കിട്ടും, പിന്നെ അത് ഓർത്തെടുക്കാൻ പ്രയാസമായിരിക്കും. അപ്പൊ ഈ നിന്ദ്യമായ കുത്തക എന്ന് പറഞ്ഞാല് ഈ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഉപ്പിന്മേലുള്ള സർക്കാരിന്റെ കുത്തകയെ ഗാന്ധിജി വിശേഷിപ്പിച്ചതായിരുന്നു നിന്ദ്യമായ കുത്തക എന്നുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ അത്രയും പ്രാധാന്യമുള്ള കാര്യമാണ് ഉപ്പ്. അപ്പോൾ അതിന്റെ കുത്തക സർക്കാരിനായിരുന്നു. അത് സ്വകാര്യ വ്യക്തികൾക്ക് ഉപ്പ് നിർമ്മിക്കുന്നത് കുറ്റകരമായിട്ട് കണക്കാക്കിയിരുന്നു. അങ്ങനെ അവർക്ക് അങ്ങനെ ചെയ്താൽ ശിക്ഷ വിധിച്ചു. ഇത് ലംഘിക്കുക എന്നുള്ളത് ഗാന്ധിജിയുടെ തീരുമാനമായിരുന്നു. അതുകൊണ്ടാണ് ഉപ്പ് തെരഞ്ഞെടുത്തത്. അങ്ങനെ ധരാസനയിലെ പോരാട്ടം. സരോജിനി നായിഡുവിനെ കണ്ടോ? സരോജിനി നായിഡു ഗാന്ധിജിക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഒക്കെ കണ്ടല്ലോ. 1930 മെയ് 21 ഓക്കെ, ഏപ്രിൽ 6 ഓർമ്മയുണ്ടല്ലോ. ഇനി 1930 മെയ് 21 2000-ലധികം പേർ അടങ്ങിയ ഒരു സംഘം സമരക്കാർ ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണ കേന്ദ്രത്തിലേക്ക് എത്തുകയാണ്. മെയ് 21, തൊട്ടടുത്ത മാസം 21-ാം തീയതി 2000-ലധികം പേർ അടങ്ങിയ ഒരു സംഘം എവിടെ എത്തുകയാണ്? ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണ കേന്ദ്രത്തിലേക്ക്. ഗുജറാത്തിലാണ് ധരാസന ഉപ്പ് നിർമ്മാണ കേന്ദ്രം. പഠിച്ചോ, എഴുതി വെച്ചോ. ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണ കേന്ദ്രത്തിലേക്ക് ഗാന്ധിജി എത്തുകയാണ്. അവർ അടുത്തെത്തിയതോടെ ആരൊക്കെ? ഗാന്ധിജിയും 2000-ലധികം പേർ അടങ്ങിയ ഒരു സംഘം ഉണ്ട് അല്ലെ. അവർ അടുത്തെത്തിയതോടെ പോലീസ് സേന പാഞ്ഞെടുത്ത് ഇരുമ്പ് കഷ്ണങ്ങൾ ഘടിപ്പിച്ച ലാത്തികൾ ഉപയോഗിച്ച് സമരക്കാർ നിലത്ത് വീഴുന്നത് വരെ മർദ്ദിക്കുകയാണ്. പരിക്കേറ്റവരെ സഹസമരക്കാർ എടുത്തുകൊണ്ടുപോകുമ്പോഴേക്കും പുതിയ സംഘം മുന്നോട്ട് വരുന്നുണ്ട്. പോലീസ് അവരെയും എന്ത് ചെയ്യാണ്? തല്ലിച്ചതക്കുകയാണ്. അവരെ മാറ്റുമ്പോൾ അടുത്ത സംഘം വരും. അങ്ങനെ അത് തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം 11 മണിക്ക് താപനില 46.67 ഡിഗ്രി സെൽഷ്യസിൽ എത്തി നിൽക്കുമ്പോൾ പരിക്കേറ്റവരിൽ 320-ഉം മരിച്ചവർ 2-ഉം ആയിരുന്നു. ഓക്കെ, പരിക്കേറ്റവർ 302-ഉം മരിച്ചവർ എന്താണ്? 2-ഉം ആയിരുന്നു. 320ഓളം പേര് അതിൽ പരിക്കേറ്റു, 2 പേര് എന്ത് ചെയ്തിട്ടുണ്ട്? മരിച്ചിട്ടുമുണ്ട്. അമേരിക്കൻ പത്രപ്രവർത്തകനും സമരത്തിന് ദൃക്സാക്ഷിയുമായിരുന്ന വെബ് മില്ലർ ഇങ്ങനെ രേഖപ്പെടുത്തി. വെബ് മില്ലർ ഒന്ന് അടിവരയിട്ട് നോട്ട് ചെയ്തേ. വെബ് മില്ലർ എങ്ങനെയാ രേഖപ്പെടുത്തിയത്? 18 വർഷം 20 രാജ്യങ്ങളിൽ പത്രപ്രവർത്തനം നടത്തിയിട്ടുള്ള ഞാൻ ധാരാളം ജനകീയ പ്രക്ഷോഭങ്ങളും ലഹളകളും തെരുവ് യുദ്ധങ്ങളും കലാപങ്ങളും കണ്ടിട്ടുണ്ട്. എന്നാൽ ധരാസനയിൽ ഉണ്ടായതുപോലെ ഒരു സംഭവം ഞാൻ ദർശിച്ചിട്ടില്ല. ഇതാരാ പറഞ്ഞത്? വെബ് മില്ലർ ആണ്. വെബ് മില്ലർ എന്ന് പറഞ്ഞാല് അമേരിക്കൻ പത്രപ്രവർത്തകനും ഇതിന്റെ ദൃക്സാക്ഷിയുമാണ്. ഓക്കെ, ഇത് തന്നെയാണ് സോഴ്സ്. ബിപിൻ ചന്ദ്ര എറ്റാള്, ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്. നിയമലംഘന സമരകാലത്ത് സരോജിനി നായിഡു, ഇമാം സാഹിബ് എന്നിവരുടെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണ കേന്ദ്രത്തിൽ നടത്തിയ സമരത്തിന്റെ വിശദീകരണമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആരൊക്കെ? സരോജിനി നായിഡു, ഇമാം സാഹിബ് കേട്ടിട്ടുണ്ടോ? സരോജിനി നായിഡു, ഇമാം സാഹിബ് എന്നിവരുടെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണ കേന്ദ്രത്തിൽ നടത്തിയ സമരത്തിന്റെ വിശദീകരണമാണ് നമ്മൾ പറഞ്ഞു. ഇനി നിയമലംഘന സമരം. നിസ്സഹകരണ സമരത്തോടൊപ്പം നിയമലംഘനവും നടത്തിക്കൊണ്ടാണ് സമരം പുരോഗമിച്ചത്. നിസ്സഹകരണ സമരത്തോടൊപ്പം നിയമലംഘനവും നടത്തിക്കൊണ്ടാണ് സമരം പുരോഗമിച്ചത്. വടക്കു പടിഞ്ഞാറേ ഇന്ത്യ. ഞാൻ ഈ ഇത് എന്താ പറയുക, ദിശകളൊക്കെ പറയുമ്പോൾ നിങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് അങ്ങോട്ട് ഓർക്കണം കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു പ്ലേസ് ഒക്കെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ വടക്ക് പടിഞ്ഞാറേ ഇന്ത്യ നിയമലംഘന സമരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു. വടക്ക് പടിഞ്ഞാറേ ഇന്ത്യ എന്ന് പറയുന്നത് നിയമലംഘന സമരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആയിരുന്നു അവിടെ സമരത്തിന് നേതൃത്വം നൽകിയിരുന്നത്. ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെ നിങ്ങൾ കണ്ടോ? ഫോട്ടോയിൽ കണ്ടോ? കാണാത്തവരൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, കാണാട്ടോ. ഓക്കെ, അപ്പോ ഈ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആയിരുന്നു അവിടെ സമരത്തിന്, എവിടെ? വടക്കു പടിഞ്ഞാറേ ഇന്ത്യയിലെ അവിടെ സമരത്തിന് നേതൃത്വം നൽകിയത്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്റെ കീഴിൽ ഖുദായ് ഖിദ്മത് ഗർ എന്ന ഒരു സന്നദ്ധ സേന പ്രവർത്തിച്ചിരുന്നു. ഇതൊക്കെ കുറെ കാര്യങ്ങൾ നമുക്ക്
പുതുതായി വന്നിട്ടുള്ള കുറെ കാര്യങ്ങൾ SCERT ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പുതുതായി വന്നിട്ടുള്ളതിനൊക്കെ പ്രത്യേകം എന്ത് ചെയ്യുക, ഊന്നൽ നൽകിക്കൊണ്ട് വേണം പഠിക്കാനായിട്ട്. കാരണം ഓൾഡ് SCERT ഉള്ളത് ഏകദേശം PSC ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതായിരിക്കും മിക്കവാറും നമുക്കുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കമ്പനി ബോർഡ് LGSനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ എന്താ ഈ SCERT തന്നെ പഠിച്ചു പോയാൽ ധാരാളമായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം. വടക്കു പടിഞ്ഞാറെ ഇന്ത്യ നിയമലംഘന സമരത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു പറഞ്ഞു. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഓക്കെ, അദ്ദേഹത്തിന്റെ കീഴിൽ ഉള്ള സേന ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ഖുദായ് ഖിദ്മത്ഗർ എന്ന ഒരു സന്നദ്ധ സേന അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്നു. ഓക്കെ, ഇനി കർഷകര് സർക്കാരിന് നികുതി നൽകാതെയും ജന്മിമാർക്ക് പാട്ടത്തുക നൽകാതെയും അവര് സമരത്തിൽ പങ്കാളികളായി. എല്ലാവരും, അതായത് കർഷകരും തൊഴിലാളികളും ഗോത്രജനതയും സ്ത്രീകളും കച്ചവടക്കാരും വ്യവസായികളും ഒക്കെ ഇതിൽ പങ്കാളികളായി. ഇവർക്ക് എങ്ങനെയാണ് എങ്ങനെയൊക്കെയാണ് ഇവര് ഓരോരുത്തരായിട്ട് ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത്. കർഷകർ ചെയ്തത് എങ്ങനെയെന്ന് വെച്ചാൽ സർക്കാരിന് നികുതി നൽകാതെ ജന്മിമാർക്ക് പാട്ടത്തുക നൽകാതെയൊക്കെ സമരത്തിൽ പങ്കാളികളായി. തൊഴിലാളികൾ എന്താ ചെയ്തത്? റെയിൽവേ, തുറമുഖം, ഖനി എന്നിവയിലെ തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുത്തു. ഷോലാപൂരിൽ, അതായത് മഹാരാഷ്ട്രയിലെ ഷോലാപൂരിൽ തൊഴിലാളികൾ നടത്തിയ സമരം അക്രമത്തിൽ കലാശിച്ചു. ഷോലാപൂർ എവിടെയാണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര. അപ്പൊ ഷോലാപൂരിൽ മഹാരാഷ്ട്രയിലെ തൊഴിലാളികൾ നടത്തിയ സമരം അക്രമത്തിൽ കലാശിക്കുകയാണ്. അപ്പൊ അവിടെ തൊഴിലാളികൾ എന്താ ചെയ്തത്? റെയിൽവേ, തുറമുഖം, ഖനി എന്നിവയിലെ തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുക്കുകയാണ്. ഇനി ഗോത്ര ജനത അവരെന്താ ചെയ്യുന്നത്? വന നിയമങ്ങൾ ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ വന നിയമങ്ങളൊക്കെ ലംഘിച്ച് കാടുകളിൽ കയറി വിഭവങ്ങൾ ശേഖരിക്കുകയാണ്. സ്ത്രീകളോ ഉപ്പു നിർമ്മാണം, വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ പിക്കറ്റ് ചെയ്യൽ തുടങ്ങിയ സമര പരിപാടികളിൽ സജീവമായി പങ്കെടുത്തു. അവർക്ക് കഴിയുന്ന കാര്യങ്ങൾ അവരും ചെയ്യുന്നുണ്ട് സ്ത്രീകൾ ഉപ്പു നിർമ്മാണം, വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ പിക്കറ്റ് ചെയ്യൽ തുടങ്ങിയ സമര പരിപാടികൾ സജീവമായിട്ട് പങ്കെടുത്തു. കച്ചവടക്കാരും വ്യവസായികളും എന്ത് ചെയ്യുകയാണ്? ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾ വാങ്ങാനും അതുപോലെ വിൽക്കാനും തയ്യാറാവുന്നില്ല. ഓക്കെ, ഇനി റാണി ഗേഡിലിയുവിനെ നോക്കാം നമുക്ക്. നിയമലംഘന സമരകാലത്ത് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ നിയമലംഘന സമരകാലത്ത് ഇപ്പൊ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ ആരെ പഠിച്ചു നമ്മള്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഇനി നിയമലംഘന സമരകാലത്ത് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ധീരയായ വനിതാ പോരാളിയായിരുന്നു റാണി ഗേഡിലിയു. നിയമലംഘന സമരകാലത്ത് അറസ്റ്റിലായ അവർ യൗവനകാലം മുഴുവൻ ജയിലിലായിരുന്നു. ജയിലിൽ അവരെ സന്ദർശിച്ച് ജവഹർലാൽ നെഹ്റു ഇങ്ങനെ എഴുതി: ഇന്ത്യ അവരെ ഓർമ്മിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു ദിനം വരും. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷമാണ് റാണി ഗേഡിലിയു ജയിൽ മോചിതയായത്. മനസ്സിലായോ? അപ്പൊ നിയമലംഘന സമരകാലത്ത് 1930 ഈ സമയത്ത് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ധീരയായ വനിതാ പോരാളിയായിരുന്നു റാണി ഗേഡിലിയു. നിയമലംഘന സമരകാലത്ത് അറസ്റ്റിലായ അവർ യൗവനകാലം മുഴുവൻ എവിടെ കഴിയേണ്ടി വരികയാണ്? ജയിലിൽ കഴിയേണ്ടി വരികയാണ് എന്ത് ഇതാണല്ലേ ജീവിതമായിരുന്നു അവരുടേതൊക്കെ. അപ്പോ ജയിലിൽ അവരെ സന്ദർശിച്ച നെഹ്റു ഇങ്ങനെ എഴുതാണ്: ഇന്ത്യ അവരെ ഓർമ്മിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം വരും. അങ്ങനെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷമാണ് പിന്നെ നമ്മുടെ ഈ റാണി ഗേഡിലിയു ജയിൽ മോചിത ആകുന്നത്. ഇനി സന്ധി സംഭാഷണങ്ങൾ. ഗാന്ധി ഇർവിൻ ഉടമ്പടിയൊക്കെ കണ്ടോ? പിക്ചറൊക്കെ കണ്ടോ? പരിമിതമായ ചില അധികാരങ്ങളെങ്കിലും ഇന്ത്യക്കാർക്ക് നൽകേണ്ടി വരും എന്ന് നിയമലംഘന സമരം ബ്രിട്ടീഷ് ഭരണകൂടത്തെ ബോധ്യപ്പെടുത്തി. പരിമിതമായ ചില അധികാരങ്ങളെങ്കിലും ഇന്ത്യക്കാർക്ക് നൽകേണ്ടി വരും എന്ന് നിയമലംഘന സമരം ബ്രിട്ടീഷ് ഭരണകൂടത്തെ എന്ത് ചെയ്യുകയാണ്? ബോധ്യപ്പെടുത്തി. ഇതിനായി ചില കൂടിയാലോചനകൾ എവിടെ നടക്കുകയാണ്? ലണ്ടനിൽ നടന്നു. ഈ കൂടിയാലോചനകൾ വട്ടമേശ സമ്മേളനങ്ങൾ എന്നറിയപ്പെടുന്നു. ഓക്കെ, വട്ടമേശ സമ്മേളനം ഇന്നലെ PYQ ഒക്കെ ചെയ്തിരുന്നോ? ചോദിച്ചതൊക്കെ ആൻസർ ചെയ്തോ? ഈ കൂടിയാലോചനകൾ വട്ടമേശ സമ്മേളനങ്ങൾ എന്നറിയപ്പെടുന്നു. 1930 നടന്ന ആദ്യ സമ്മേളനത്തിൽ കോൺഗ്രസ് പങ്കെടുത്തില്ല.
30-ലായിരുന്നു ആദ്യ സമ്മേളനം. 3 വട്ടമേശ സമ്മേളനങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ ആദ്യം നടന്ന സമ്മേളനത്തിൽ എന്ത് ചെയ്തില്ല, കോൺഗ്രസ് പങ്കെടുത്തില്ല. ഈ പശ്ചാത്തലത്തിൽ നിയമലംഘന സമരം അവസാനിപ്പിക്കാനും രണ്ടാമത്തെ സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രതിനിധിയെ പങ്കെടുപ്പിക്കാനും ഗവൺമെന്റ് ശ്രമം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി ഒപ്പുവെച്ച ഉടമ്പടിയായിരുന്നു ഗാന്ധി ഇർവിൻ പാക്ട് അല്ലെങ്കിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ നമ്മൾ പറഞ്ഞു എന്താന്ന് വെച്ചാല് പരിമിതമായ ചില അധികാരങ്ങളെങ്കിലും ഇന്ത്യക്കാർക്ക് നൽകേണ്ടി വരും എന്ന് നിയമലംഘന സമരം ബ്രിട്ടീഷ് ഭരണകൂടത്തെ ബോധ്യപ്പെടുത്തി. ഇതിനായി ചില കൂടിയാലോചനകൾ ഇവിടെ നടക്കുകയാണ്, ലണ്ടനിൽ നടക്കുകയാണ്. ഈ കൂടിയാലോചനകൾ വട്ടമേശ സമ്മേളനങ്ങൾ എന്നറിയപ്പെടുന്നു. 30-ൽ നടന്ന ആദ്യ സമ്മേളനത്തിൽ നമ്മുടെ ആര് പങ്കെടുത്തില്ല, കോൺഗ്രസ് പങ്കെടുത്തില്ല. ഈ പശ്ചാത്തലത്തിൽ നിയമലംഘന സമരം അവസാനിപ്പിക്കാനും രണ്ടാമത്തെ സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രതിനിധിയെ പങ്കെടുപ്പിക്കാനും ഗവൺമെന്റ് ശ്രമം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായിട്ട് ഒപ്പുവെച്ച ഉടമ്പടിയായിരുന്നു ഗാന്ധി ഇർവിൻ പാക്ട്, ഗാന്ധി ഇർവിൻ ഉടമ്പടി എന്ന് പറയുന്നത്. അങ്ങനെ 1931 മാർച്ച് 5 ഒപ്പുവെച്ച ഗാന്ധി ഇർവിൻ ഉടമ്പടി. ഡേറ്റ് ചെയ്ത് വെച്ച് 1931 മാർച്ച് 5 ഗാന്ധി ഇർവിൻ ഉടമ്പടി. 1931 മാർച്ച് 5 ഒപ്പുവെച്ച ഈ ഉടമ്പടി പ്രകാരം നിയമലംഘന സമരം എന്ത് ചെയ്യുകയാണ്, നിർത്തിവെക്കുകയാണ്. 1931 മാർച്ച് 5 ഗാന്ധി ഇർവിൻ പാക്ട് അല്ലെങ്കിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടി. ഇത് എന്ത് ചെയ്യാണ്, ഈ ഒരു ഉടമ്പടി പ്രകാരം നിയമലംഘന സമരം നിർത്തിവെച്ചു. അങ്ങനെ ഗാന്ധിജി എന്ത് ചെയ്യുകയാണ്, രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മോട് ഇന്നലെ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ, PYQ കണ്ടല്ലോ. ഗാന്ധി എത്രാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് പങ്കെടുത്തത്, രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ്. ഇത് ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ രണ്ടാം വട്ടമേശ സമ്മേളനം നിഷ്ഫലമായി അവസാനിച്ചു, അതിനും ഫലം കണ്ടില്ല. മൂന്നാമത്തെ വട്ടമേശ സമ്മേളനം എന്ത് ചെയ്തു, കോൺഗ്രസ് ബഹിഷ്കരിക്കുകയും ഉണ്ടായി. ഓക്കെ ആണല്ലോ. ഇനി സായുധ വഴിയിലെ പോരാട്ടം. വട്ടമേശ സമ്മേളനത്തെ കുറിച്ച് ഒരുപാട് കാര്യം പഠിക്കാണ്ട് കേട്ടോ. ഇതില് ഇവിടെ നമുക്ക് കുറച്ച് കാര്യമുള്ളൂ കൊടുത്തിട്ടുള്ളൂ, അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. ഇനി സായുധ വഴിയിലെ പോരാട്ടം. സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കോൺഗ്രസിന്റെയും മഹാത്മാഗാന്ധിയുടെയും നേതൃത്വത്തിൽ നടന്ന സമര രീതികൾക്കൊപ്പം വ്യത്യസ്തമായ മറ്റു മാർഗങ്ങളും പലരും സ്വീകരിച്ചു. ഗാന്ധിജിയുടെ അഹിംസാ മാർഗത്തിന് പകരം ചിലർ വിപ്ലവത്തിന്റെ വഴി സ്വീകരിച്ചു. യുവാക്കളായിരുന്നു ഇവരിൽ ഭൂരിഭാഗവും. അപ്പോ പല ആളുകളും അല്ലെ, അതായത് അഹിംസാ മാർഗത്തോടൊന്നും യോജിപ്പില്ലാത്ത, അതായത് ഇതോടൊന്നും ഈ അഹിംസയോടൊന്നും അഹിംസ കൊണ്ടൊന്നും നമുക്കൊന്നും നേടാൻ പറ്റൂല, നമുക്ക് വിപ്ലവം തന്നെയാണ് വഴിയുള്ളൂ എന്നുള്ളൊക്കെ അങ്ങനെ വിചാരിച്ച ഒരുപാട് ആളുകൾ, അതിൽ യുവാക്കളായിരുന്നു ബഹുഭൂരിഭാഗവും എന്നുള്ളതാണ്. അങ്ങനെ റഷ്യൻ വിപ്ലവത്തിന്റെ വിജയവും നിസ്സഹകരണ സമരം പാതി വഴിയിൽ അവസാനിപ്പിച്ചതുമാണ് വിപ്ലവത്തിന്റെ പാതയിലേക്ക് ഇവരെ നയിക്കുന്നത്. റഷ്യൻ വിപ്ലവത്തിന്റെ വിജയം, നിസ്സഹകരണ സമരം പാതി വഴിയിൽ അവസാനിപ്പിച്ചു. ഇതൊക്കെ എന്ത് ചെയ്യാണ്, വിപ്ലവത്തിന്റെ പാതയിലേക്ക് ഇവരെ നയിക്കുകയാണ്. ഇതിനെ തുടർന്ന് 1924 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ HRA എന്ന വിപ്ലവ സംഘടന രൂപം കൊണ്ടു. അപ്പൊ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ അഥവാ HRA രൂപം കൊണ്ട വർഷം എന്നാ പറഞ്ഞേ, 1924. 1924 HRA ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന വിപ്ലവ സംഘടന രൂപം കൊണ്ടു. വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ വേണ്ടി ഉത്തർപ്രദേശിലെ കാക്കോരിയിൽ വെച്ച് റെയിൽവേയുടെ പണം കൈക്കലാക്കാൻ വിപ്ലവകാരികൾ ശ്രമിക്കുകയും ഏതാനും പേർ പിടിയിലാവുകയും ചെയ്തു. അങ്ങനെ വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് പണം വേണമല്ലോ, അതിനു വേണ്ടി അവർ എന്ത് ചെയ്യാണ്, ഉത്തർപ്രദേശിലെ കാക്കോരി എവിടെയാണ്, ഉത്തർപ്രദേശിലെ കാക്കോരിയിൽ വെച്ച് റെയിൽവേയുടെ പണം കൈക്കലാക്കാൻ വിപ്ലവകാരികൾ ശ്രമിക്കുകയും ഏതാനും പേർ പിടിയിലാവുകയും ചെയ്യുകയാണ്. റെയിൽവേയുടെ പണം കൈക്കലാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു. അങ്ങനെ കുറെ പേര് പിടിയിലായി. കാക്കോരി സംഭവത്തെ തുടർന്ന് തിരിച്ചടി നേരിട്ട വിപ്ലവ പ്രവർത്തനങ്ങൾ വീണ്ടും ശക്തമായത് ആരുടെ നേതൃത്വത്തിലായിരുന്നു, ഭഗത് സിംഗിന്റെ നേതൃത്വത്തിലായിരുന്നു. 1928 ഭഗത് സിംഗും കൂട്ടരും ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ HSRA ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന അസോസിയേഷൻ രൂപീകരിച്ചു. ഏത് വർഷമാണത്, അത് 1928. 1924 ഏതായിരുന്നു, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. അത് പിന്നെ എന്തായി, HSRA, അതായത് ഹിന്ദുസ്ഥാൻ
സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. അതാരുടെ നേതൃത്വത്തിലായിരുന്നു? ഭഗത് സിംഗിന്റെ. വർഷം 4 വർഷം കഴിഞ്ഞിട്ട് 1928. അങ്ങനെ ഭഗത് സിംഗിന്റെ നേതൃത്വത്തിൽ വിപ്ലവകാരികൾ നടത്തിയ 2 പ്രധാന പ്രവൃത്തികളാണ് ഇനി പറയുന്നത്. ഒന്ന്, ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തിചാർജിൽ പങ്കാളിയായ സാൻഡേഴ്സൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ചു കൊന്നു. എന്താ ചെയ്തത്? ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തിചാർജിൽ പങ്കാളിയായ സാൻഡേഴ്സൺ. ഓക്കെ, ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണമായിട്ടുള്ള ആളായിരുന്നു ആര്? സാൻഡേഴ്സൺ. ഇതില് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ എന്ത് ചെയ്യുകയാണ്? ആദ്യം വെടിവെച്ച് കൊല്ലുകയാണ്. അത് ഫസ്റ്റ് ഒരു പ്രവർത്തനമാണ്. ആരുടെ? ഭഗത് സിംഗിന്റെ നേതൃത്വത്തിൽ ഈ വിപ്ലവകാരികൾ നടത്തിയ ഒരു പ്രവർത്തനമാണ്. ഓക്കെ, ഇനി അടുത്തത്, കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് ബോംബെറിഞ്ഞു. എന്താ ചെയ്തത്? കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് അവര് എന്ത് ചെയ്യാണ്? വിപ്ലവകാരികള് ബോംബെറിയുകയാണ്. ഇതിനെ തുടർന്ന് പോലീസിന്റെ പിടിയിലായ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നീ ധീര വിപ്ലവകാരികളെ വിവിധ കേസുകളിലെ വിചാരണയ്ക്ക് ശേഷം 1931 മാർച്ച് 23 തൂക്കിലേറ്റുകയാണ്. ഇതിനെ തുടർന്ന് പോലീസിന്റെ പിടിയിലായ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നീ ധീര വിപ്ലവകാരികളെ വിവിധ കേസുകളിലെ വിചാരണയ്ക്ക് ശേഷം 1931 മാർച്ച് 23 എന്ത് ചെയ്യുകയാണ്? തൂക്കിലേറ്റുകയാണ്. ആരൊക്കെ ഉണ്ടായിരുന്നു പിടിയിലായതില്? ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്. ഓക്കെ ആണല്ലോ. അപ്പോ അവരെ എന്ത് ചെയ്യുകയാണ്? തൂക്കിലേറ്റുകയും ചെയ്തു. 1931 മാർച്ച് 23. ആ വർഷമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. 31 മാർച്ച് 23 കേട്ടോ. അക്കാലത്തെ വിപ്ലവ പ്രവർത്തനങ്ങൾ ബംഗാളിലും സജീവമായിരുന്നു. സൂര്യ സെന്നിന്റെ നേതൃത്വത്തിൽ വിപ്ലവകാരികൾ ചിറ്റഗോങ്ങിലെ ആയുധപ്പുര കൊള്ളയടിച്ചത് ഭരണകൂടത്തെ ഞെട്ടിച്ചു. അക്കാലത്ത് എന്താണ്? വിപ്ലവ പ്രവർത്തനങ്ങൾ ബംഗാളിലും എന്തായിരുന്നു? സജീവമായിരുന്നു. സൂര്യ സെന്നിന്റെ നേതൃത്വത്തിൽ വിപ്ലവകാരികൾ ചിറ്റഗോങ്ങിലെ ആയുധപ്പുര കൊള്ളയടിച്ചത് ഭരണകൂടത്തെ ഞെട്ടിച്ചു. അപ്പം ചിറ്റഗോങ്ങിലെ ആയുധപ്പുര കൊള്ളയടിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? സൂര്യ സെന്നിന്റെ നേതൃത്വത്തിലായിരുന്നു. ഓക്കെ, അങ്ങനെ വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തവും ശ്രദ്ധേയമായിരുന്നു. പ്രീതിലത വധേദാർ, കൽപ്പന ദത്ത്, ബീന ദാസ് എന്നിവർ ഇവരിൽ പ്രധാനികളായിരുന്നു. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. അറിയാത്തുണ്ടാവും. എന്താ, വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ശ്രദ്ധേയമായിരുന്നു എന്ന് പറഞ്ഞു. അതിൽ ആരൊക്കെയായിരുന്നു ആ സ്ത്രീകൾ? പ്രധാന ആളുകളായിരുന്നു ആരൊക്കെ? പ്രീതിലത വധേദാർ. ഓക്കെ, കൽപ്പന ദത്ത്, ബീന ദാസ്. പ്രീതിലത വധേദാർ, കൽപ്പന ദത്ത്, ബീന ദാസ്. ഇവർ ഇതിൽ എന്തായിരുന്നു? പ്രധാനികളായിരുന്നു. കിട്ടിയോ? അപ്പൊ നമ്മൾ കാക്കോരി സംഭവം പറഞ്ഞിരുന്നു. കാക്കോരി ആയുധങ്ങൾ വാങ്ങാൻ പണം കണ്ടെത്താനായി 1925 ഓഗസ്റ്റ് 9 വിപ്ലവകാരികൾ ഉത്തർപ്രദേശിലെ ലക്നൌവിനടുത്തുള്ള കാക്കോരിയിൽ വെച്ച് 8 ഡൗൺ തീവണ്ടി തടഞ്ഞ് റെയിൽവേയുടെ പണം കൈക്കലാക്കി. അവർക്ക് പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാണ്? ആയുധങ്ങൾ വാങ്ങാൻ വേണ്ടി പണം കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ട് 1925 ഓഗസ്റ്റ് 9 വിപ്ലവകാരികൾ ഉത്തർപ്രദേശിലെ ലക്നൌവിനടുത്തുള്ള കാക്കോരിയിൽ വെച്ച് 8 ഡൗൺ തീവണ്ടി തടഞ്ഞ് റെയിൽവേയുടെ പണം കൈക്കലാക്കി. നിരവധി പേർ ഈ കേസിൽ അറസ്റ്റിലായി. രാം പ്രസാദ് ബിസ്മിൽ, അഷ്ഫഖുല്ല ഖാൻ, രാജേന്ദ്ര ലാഹിരി, റോഷൻ സിംഗ് എന്നിവർക്ക് ഈ കേസിൽ വധശിക്ഷ നൽകി. ആരൊക്കെ ഉണ്ടായിരുന്നു ഈ വധശിക്ഷ നൽകിയതിൽ ഉൾപ്പെട്ടത് നോക്കാം. രാം പ്രസാദ് ബിസ്മില്, അഷ്ഫഖുല്ല ഖാൻ, രാജേന്ദ്ര ലാഹിരി, റോഷൻ സിംഗ്. ഒന്നുകൂടെ പറഞ്ഞോക്കാം. രാം പ്രസാദ് ബിസ്മിൽ, അഷ്ഫഖുല്ല ഖാൻ, രാജേന്ദ്ര ലാഹിരി, റോഷൻ സിംഗ്. കിട്ടിയോ? ഓക്കെ, ആരൊക്കെ? രാം പ്രസാദ് ബിസ്മിൽ, അഷ്ഫഖുല്ല ഖാൻ, രാജേന്ദ്ര ലാഹിരി, റോഷൻ സിംഗ്. ഇവർക്ക് ഈ കേസിൽ എന്ത് ചെയ്യാണ്? വധശിക്ഷ നൽകുകയാണ്. അങ്ങനെ 4 പേരെ ആൻഡമാൻ ദ്വീപിലേക്ക് നാട് കടത്തുകയും ചെയ്തു. 17 പേർക്ക് തടവ് ശിക്ഷ ലഭിക്കുകയും ചെയ്തു. 4 ആൾ എന്ത് ചെയ്യാണ്? ആൻഡമാൻ ദ്വീപിലേക്ക് നാട് കടത്തി. 17 പേർക്ക് തടവ് ശിക്ഷ ലഭിച്ചു. ഓക്കെ ആണല്ലോ. അപ്പൊ അത്രയും ആ ഒരു ഡേറ്റ് ഓർത്ത് വെച്ചേക്കുക. കാക്കോരി സംഭവം 1925 ഓഗസ്റ്റ് 9 8 ഡൗൺ തീവണ്ടി തടഞ്ഞ്
ഓക്കെ. പിന്നെ ഇതിൽ അറസ്റ്റിലായി നിരവധി പേര് അറസ്റ്റിലായി. അതിൽ രാംപ്രസാദ് ബിസ്മിലും അഷ്ഫാഖുള്ള ഖാനും രാജേന്ദ്ര ലാഹിരിയും റോഷൻ സിംഗും അവർക്ക് വധശിക്ഷ നൽകി. 4 പേരെ ആൻഡമാൻ ദ്വീപിലേക്ക് നാടുകടത്തി. 17 പേർക്ക് തടവ് ശിക്ഷ ലഭിച്ചു. ഇനി ഭഗത് സിംഗിന്റെ ആഹ്വാനം നോക്കാം. 1931 യുവരാഷ്ട്രീയ പ്രവർത്തകർക്കുള്ള സന്ദേശത്തിൽ ഭഗത് സിംഗ് ഇങ്ങനെ പറഞ്ഞു: ഫലത്തിൽ ഞാനൊരു ഭീകരവാദിയായാണ് പ്രവർത്തിച്ചത്. എന്നാൽ ഞാൻ എന്തല്ല, ഭീകരവാദിയല്ല. എനിക്ക് സമാഹരിക്കാവുന്ന മുഴുവൻ ശക്തിയും എടുത്ത് ഞാൻ പ്രഖ്യാപിക്കുന്നു, ഞാൻ ഒരു ഭീകര പ്രവർത്തകനല്ല. ഒരുപക്ഷെ എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ തുടക്കത്തിൽ കുറച്ചു നാളൊഴിച്ച് ഞാൻ അങ്ങനെ ആയിരുന്നിട്ടില്ല. അത്തരം രീതികളിലൂടെ നമുക്ക് ഒരു നേട്ടവും കൈവരിക്കാനില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മതവർഗീയത ദേശീയ പ്രസ്ഥാനത്തിനും രാഷ്ട്രത്തിനും നേരെ ഉയർത്തുന്ന അപകടത്തെ പറ്റിയും ഭഗത് സിംഗ് ബോധവാനായിരുന്നു. കോളനിവൽക്കരണം പോലെ തന്നെ അപകടമാണ് മതവർഗീയതയെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഓക്കെ. അപ്പോ ഭഗത് സിംഗ് നേതൃത്വം നൽകിയ HSR 1928, അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്ക, വർഷമൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്ക കേട്ടോ. ഓക്കെ. പിന്നെ തൂക്കിലേറ്റിയ വർഷം 1931 മാർച്ച് 23 ഭഗത് സിംഗിനെ, അതുപോലെ രാജ്ഗുരു, സുഖദേവ് ഇവരെ തൂക്കിലേറ്റിയതും ഓർത്തു വച്ചേക്കാം. പിന്നെ നോക്കാനുള്ളത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, CSP, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. 1917 റഷ്യൻ വിപ്ലവത്തിന്റെ വിജയവും സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ പ്രചാരണവും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിലേക്ക് നയിക്കുകയാണ്. 1917 റഷ്യൻ വിപ്ലവത്തിന്റെ വിജയം, അതുപോലെ സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ പ്രചരണവും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് ആഭിമുഖ്യമുള്ളവർ ചേർന്നായിരുന്നു CSP രൂപീകരിച്ചത്. ജയപ്രകാശ് നാരായണൻ ആയിരുന്നു ആദ്യത്തെ സെക്രട്ടറി. അപ്പൊ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? ജയപ്രകാശ് നാരായണൻ. ജയപ്രകാശ് നാരായണനായിരുന്നു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സെക്രട്ടറി. മുതലാളിത്തത്തെയും ജന്മിത്തത്തെയും എതിർത്ത് ഒരു സോഷ്യലിസ്റ്റ് സമൂഹം സ്ഥാപിക്കലായിരുന്നു പാർട്ടിയുടെ ലക്ഷ്യം. കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ചർച്ചയാക്കാൻ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞു. കർഷകര്, തൊഴിലാളികൾ ഇവരെയൊക്കെ സംഘടിപ്പിച്ചു. അങ്ങനെ അവരുടെ പ്രശ്നങ്ങൾ ചർച്ചയാക്കാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞു. അങ്ങനെ നോക്കാം നമുക്ക്. ഇനി ഇതില് ഒരു ബോക്സിൽ കമലാദേവി ചതോപാധ്യായെ കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി CSPയുടെ രൂപീകരണം മുതൽ അതിന്റെ പ്രവർത്തനങ്ങളിൽ കമലാദേവി ചതോപാധ്യായ സജീവമായിരുന്നു. CSPയുടെ അധ്യക്ഷയായി പ്രവർത്തിച്ച ഇവർ നിയമലംഘന സമരകാലത്തും ക്വിറ്റ് ഇന്ത്യ സമരകാലത്തും അറസ്റ്റിലാവുകയും ജയിലിൽ കഴിയുകയും ഉണ്ടായിട്ടുണ്ട്. 1944 മുംബൈയിൽ നടന്ന വനിതാ സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ അവരിങ്ങനെ പറഞ്ഞു: സ്ത്രീകളെ പുരുഷന്മാർക്കെതിരെ പോരാടിപ്പിക്കുകയോ സ്ത്രീകൾ പുരുഷന്മാരെ അനുകരിക്കുകയോ അല്ല വനിതാ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? സ്ത്രീകളെ പുരുഷന്മാർക്കെതിരെ പോരാടിപ്പിക്കുകയോ സ്ത്രീകൾ പുരുഷന്മാരെ അനുകരിക്കുകയോ അല്ല വനിതാ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. സ്വന്തം കഴിവുകളെ കുറിച്ചും ചുമതലകളെ കുറിച്ചും വനിതകളിൽ അവബോധം സൃഷ്ടിക്കുക. മറ്റ് ലിംഗ വിഭാഗങ്ങളിൽപ്പെട്ടവരോട് ആദരവ് ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് അതിന്റെ ലക്ഷ്യങ്ങൾ. ആരാ പറഞ്ഞത്? കമലാദേവി ചതോപാധ്യായ. ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് രാമചന്ദ്ര ഗുഹയുടെ മേക്കേഴ്സ് ഓഫ് മോഡേൺ ഇന്ത്യ. രാമചന്ദ്ര ഗുഹ, മേക്കേഴ്സ് ഓഫ് മോഡേൺ ഇന്ത്യ. ഓക്കെ. ഇനി കർഷക മുന്നേറ്റങ്ങൾ. സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്താൻ കർഷകരുടെ പങ്കാളിത്തം അനിവാര്യമാണെന്ന് ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കൾ തിരിച്ചറിഞ്ഞിരുന്നു. അക്കാലത്ത് കർഷകർ നിരവധി പ്രയാസങ്ങൾ നേരിട്ടിരുന്നു. താഴെ പറയുന്നവ അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു. എന്തൊക്കെയായിരുന്നത്? അമിതമായ നികുതി, ജന്മിമാരുടെ ചൂഷണം, കുടിയൊഴിപ്പിക്കൽ. ഇതൊക്കെ എന്തായിരുന്നു? അന്നത്തെ കാലത്ത് കർഷകർ നേരിട്ട പ്രയാസങ്ങളായിരുന്നു. 1920കളിൽ കിസാൻ സഭകൾ രൂപീകരിച്ച് കർഷകർ സംഘടിച്ചു തുടങ്ങി. 1920കളിൽ എന്ത് ചെയ്യുകയാണ്? കിസാൻ സഭകൾ രൂപീകരിച്ച് കർഷകർ സംഘടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അക്കാലത്ത് ഉത്തർപ്രദേശിലെ അവധ് മേഖലയിൽ നടന്ന കർഷക മുന്നേറ്റം ഐക്യപ്രസ്ഥാനം എന്നറിയപ്പെടുന്നു. 1920കളിൽ കിസാൻ സഭകൾ രൂപീകരിച്ച് കർഷകർ
സംഘടിച്ചു തുടങ്ങി. അക്കാലത്ത് ഉത്തർപ്രദേശിലെ അവധ് മേഖലയിൽ, എവിടെയാണ്? ഉത്തർപ്രദേശിലെ അവധ് മേഖലയിൽ നടന്ന കർഷക മുന്നേറ്റം ഐക്യപ്രസ്ഥാനം എന്നറിയപ്പെടുന്നു. എന്താ അറിയപ്പെടുന്നത് പറഞ്ഞേ? ഐക്യപ്രസ്ഥാനം. 1936 അഖിലേന്ത്യാ കിസാൻ സഭ രൂപീകരിച്ചത് കർഷക പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്നു. ഏത് വർഷമാണ് എന്താണ് രൂപീകരിച്ചത്? 1920 എന്തായിരുന്നു? കിസാൻ സഭ. ഓക്കെ. ഇനി 1936 അഖിലേന്ത്യാ കിസാൻ സഭ രൂപീകരിച്ചത് കർഷക പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്നു. 1940കളിൽ നടന്ന കർഷക സമരങ്ങൾ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് സഹായിച്ച പിൽക്കാല കർഷക സമരങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ബംഗാളിലെ തേബാഗ സമരം, ആന്ധ്രയിലെ തെലങ്കാന സമരം പ്രധാന ഘടകമായിരുന്നു. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. 1936 അഖിലേന്ത്യാ കിസാൻ സഭ രൂപീകരിച്ചത് കർഷക പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്നു. 40കളിൽ നടന്ന കർഷക സമരങ്ങൾ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് സഹായിച്ച പിൽക്കാല കർഷക സമരങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ബംഗാളിലെ തേബാഗ സമരം, അതുപോലെ ആന്ധ്രയിലെ തെലങ്കാന സമരം. ഓക്കെ. ഇനി തേബാഗ ചായ്, എന്താ അത് പറയുന്നത്? തേബാഗ ചായ് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ 1946-47 കാലത്താണ് തേബാഗ സമരം. എവിടെയാണത്? ബംഗാളിലെ ഭൂപ്രഭുക്കളായ ജോത്തേദാർമാർക്ക് എതിരെയായിരുന്നു ഈ തേബാഗ സമരം എന്ന് പറയുന്നത്. വിളവ് രണ്ടായി ഭാഗിച്ച് ഒരു ഭാഗം ജോത്തേദാർമാർക്ക് നൽകുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. വിളവിനെ എന്ത് ചെയ്യണം? മൂന്നായി ഭാഗിക്കണമെന്നും 2 ഭാഗം തങ്ങൾക്ക് ലഭിക്കണമെന്നും ആവശ്യപ്പെട്ട് കർഷകർ നടത്തിയ സമരത്തിലെ മുദ്രാവാക്യമായിരുന്നു ഈ തേബാഗ ചായ് എന്ന് പറയുന്നത്. തേബാഗ ചായ് എന്താണ്? മുദ്രാവാക്യാണ് അല്ലെ. 2/3 ഭാഗം ഞങ്ങൾക്ക് വേണം അല്ലെ. വി വാണ്ട് 2/3 ഷെയർ എന്ന് പറയുന്നത്. അതാണ് തേബാഗ ചായ്. അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ 46-47 കാലത്താണ് തേബാഗ സമരം നടന്നത്. അന്നത്തെ ഭൂപ്രഭുക്കളായിരുന്നു ജോത്തേദാർമാര്. അവർക്ക് എന്ത് ചെയ്യണം? ഇവരുടെ വിളവിന്റെ 3-ൽ എന്ത് ചെയ്യണം? 2-ൽ 1 ഭാഗം ഇവർക്ക് നൽകണം എന്നായിരുന്നു. പക്ഷേ ഈ കർഷകർ എന്തിനു വേണ്ടിയിട്ട് എന്താ പറഞ്ഞത്? അവർക്ക് എന്ത് ചെയ്യണം? ഇത് 3ആയിട്ട് ഭാഗിക്കണം. ആദ്യം ഈ വിളവിനെ എന്ത് ചെയ്യണം? 3ആയിട്ട് ഭാഗിക്കണം. അതിൽ 2 ഭാഗം കർഷകർക്ക് ആവശ്യമുണ്ട്. അങ്ങനെ അത് പറഞ്ഞ് നടത്തിയ സമരമാണ്. അത് പറഞ്ഞ് കർഷകർ നടത്തിയ സമരത്തിലെ മുദ്രാവാക്യമായിരുന്നു തേബാഗ ചായ്. അതായത് 2/3 ഭാഗം ഞങ്ങൾക്ക് വേണം. വി വാണ്ട് 2/3 ഷെയർ എന്നുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി സംഘടിതരാവുന്ന തൊഴിലാളികൾ. ആധുനിക വ്യവസായശാലകൾ നിലവിൽ വന്നതോടെ ഒരു ആധുനിക തൊഴിലാളി വർഗം ഇന്ത്യയിൽ രൂപപ്പെട്ടു. തൊഴിലാളികളുടെ പ്രധാന പ്രശ്നങ്ങളായിരുന്നു കുറഞ്ഞ കൂലി, കൂടുതൽ ജോലി സമയം, സ്ത്രീ ബാല തൊഴിലാളികൾ നേരിട്ട ചൂഷണം തുടങ്ങിയവ. അപ്പൊ ആധുനിക വ്യവസായശാലകൾ നിലവിൽ വന്നതോടെ ഒരു ആധുനിക തൊഴിലാളി വർഗം ഇന്ത്യയിൽ രൂപപ്പെടുകയാണ് അല്ലെ. തൊഴിലാളികളുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് എന്തായിരുന്നു? അവർക്ക് കുറഞ്ഞ കൂലിയേ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ ജോലി സമയം കൂടുതലായിരിക്കും. സ്ത്രീ അതുപോലെ ബാലതൊഴിലാളികൾ നേരിട്ട ചൂഷണം തുടങ്ങിയവ. പിന്നെ AITUC ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ആയിരുന്നു ദേശീയ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന. അതൊന്ന് എഴുതി വെച്ചേക്ക, ചോദിച്ചിട്ടുള്ളതാണ്. AITUC ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ആയിരുന്നു ദേശീയ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന എന്ന് പറയുന്നത്. യുദ്ധാനന്തര കാലത്ത് നടന്ന റെയിൽവേ കമ്പി തപാൽ തൊഴിലാളികളുടെ പണിമുടക്ക് സമരങ്ങൾ ഇന്ത്യയെ പിടിച്ചുകുലുക്കി. യുദ്ധാനന്തര കാലത്ത് നടന്ന റെയിൽവേ കമ്പി തപാൽ തൊഴിലാളികളുടെ പണിമുടക്കു സമരങ്ങൾ ഇന്ത്യയെ എന്ത് ചെയ്യുകയാണ്? പിടിച്ചുകുലുക്കി. 1946 റോയൽ ഇന്ത്യൻ നേവി RIN റോയൽ ഇന്ത്യൻ നേവിയിലെ കലാപത്തിന് പിന്തുണയായി തൊഴിലാളികൾ ബോംബെയിൽ നടത്തിയ പണിമുടക്ക് സംഘർഷത്തിലാണ് അവസാനിച്ചത്. 1946 റോയൽ ഇന്ത്യൻ നേവിയിലെ കലാപത്തിന് പിന്തുണയുമായി തൊഴിലാളികൾ ബോംബെയിൽ നടത്തിയ പണിമുടക്ക് സംഘർഷത്തിലാണ് അവസാനിച്ചത്. 46 റോയൽ ഇന്ത്യൻ നേവിയിലെ കലാപം അല്ലെ.
ഓക്കെ. അപ്പൊ നാവിക കലാപം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ നാവിക സൈന്യമായിരുന്നു ഈ റോയൽ ഇന്ത്യൻ നേവി എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ നാവിക സൈന്യമായിരുന്നു റോയൽ ഇന്ത്യൻ നേവി. 1946 ഫെബ്രുവരിയിൽ റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ കലാപം നടത്തി എന്നാണ് 46 ഫെബ്രുവരിയിൽ. ഓക്കെ. അങ്ങനെ 46 ഫെബ്രുവരി 18 മുംബൈയിൽ തൽവാർ എന്ന കപ്പലിൽ ആരംഭിച്ച കലാപം. 46 ഫെബ്രുവരി 18 നാവിക കലാപം ആരംഭിക്കുന്നത്. ഫെബ്രുവരി 18 ഓർത്തു വച്ചേക്കുക. 46 നാവിക കലാപം ഫെബ്രുവരി 18, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. മുംബൈയിൽ തൽവാർ എന്ന കപ്പലിലാണ് ആരംഭിച്ചത്. ഇത് എന്താ RINN അല്ലെ, RINN കലാപം എന്ന് അറിയപ്പെടുന്നു. RINN കലാപം എന്ന് അറിയപ്പെടുന്നു. കലാപകാരികൾ ബ്രിട്ടീഷ് പതാകകൾ അഴിച്ചു മാറ്റി പകരം കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, മുസ്ലിം ലീഗ് പാർട്ടികളുടെ പതാകകൾ ഉയർത്തി. അവരെന്താ ചെയ്തത്? കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, മുസ്ലിം ലീഗ് പാർട്ടികളുടെ എന്ത് ചെയ്യാണ്? പതാകകൾ ഉയർത്തുകയാണ്. അപ്പൊ ബ്രിട്ടീഷ് പതാകയൊക്കെ അഴിച്ചു മാറ്റി അതിന് പകരമാണ് എന്ത് ചെയ്യുന്നത്? ഈ പാർട്ടികളുടെ, ആരുടെ? കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും മുസ്ലിം ലീഗിന്റെയും പതാകകൾ ഉയർത്തുകയാണ്. മറ്റ് നാവിക കേന്ദ്രങ്ങളിലേക്കും വ്യാപിച്ച കലാപത്തെ സൈനിക ശക്തി ഉപയോഗിച്ചാണ് പിന്നീട് അടിച്ചമർത്തിയത്. ഓക്കെ. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതോടെ ഇന്ത്യയുടെ പിന്തുണ ബ്രിട്ടന് അനിവാര്യമായി മാറി. രണ്ടാം ലോക യുദ്ധം അവസാനിച്ചതോടെ ഇന്ത്യയുടെ പിന്തുണ ആർക്കാവശ്യമായിട്ട് മാറുകയാണ്? ബ്രിട്ടന് ആവശ്യമായിട്ട് മാറുകയാണ്. ഇതിനായി സർ സ്റ്റഫോർഡ് ക്രിപ്സ് എവിടെ എത്തുകയാണ്? ഇന്ത്യയിൽ എത്തുകയാണ്. എന്നാൽ ഇന്ത്യയിൽ നേതാക്കന്മാരെ ചർച്ചകളിലൂടെ അനുനയിപ്പിക്കുന്നതിൽ സ്റ്റഫോർഡ് ക്രിപ്സ് പരാജയപ്പെട്ടു. ഇതോടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അവസാനത്തെ ബഹുജന സമരത്തിന് തുടക്കമായി. ഓക്കെ. എന്താണ്? ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇത് നിങ്ങൾ ഹൃദയത്തിൽ പതിപ്പിക്കണം. ഓരോ ശ്വാസത്തിലും അതിന് ആവിഷ്കാരം നൽകണം. മന്ത്രം ഇതാണ്: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. അല്ലെ, നമ്മൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡു ഓർ ഡൈ. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രയാക്കും അല്ലെങ്കിൽ ആശ്രമത്തിൽ മരിക്കും. ഓക്കെ. ആ സ്ഥിരമായ അടിമത്തം കാണാൻ നമ്മൾ ജീവനോടെ ബാക്കിയുണ്ടായില്ല. 1942 ഓഗസ്റ്റ് 8 മുംബൈയിൽ നടന്ന ബഹുജന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് ഗാന്ധിജി നടത്തിയ പ്രസംഗത്തിന്റെ ഭാഗമാണ് നമ്മളിപ്പോ വായിച്ചത്. ഇതോടെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കമായി. അപ്പം 1942 ഓഗസ്റ്റ് 8 എവിടെ? മുംബൈയിൽ നടന്ന ബഹുജന സമ്മേളനം അല്ലെ, അതിനെ അഭിസംബോധന ചെയ്ത് ഗാന്ധിജി നടത്തിയ പ്രസംഗമാണത്. ഇതോടെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കമായി. ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കള് എന്ത് ചെയ്യാണ്? ജയിലിലായിട്ടും സമരം രാജ്യം മുഴുവൻ വ്യാപിച്ചു. വിദ്യാർത്ഥികളും യുവജനങ്ങളും തൊഴിലാളികളും സ്ത്രീകളുമെല്ലാം സമരത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി. പോസ്റ്റ് ഓഫീസുകൾ, കമ്പി തപാൽ ഓഫീസുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവ ആക്രമിക്കപ്പെട്ടു. എന്തൊക്കെ ചെയ്തു? വിദ്യാർത്ഥികളും യുവജനങ്ങളും തൊഴിലാളികളും സ്ത്രീകളുമെല്ലാം സമരത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ആരൊക്കെ? വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, എന്ത് ചെയ്യാണ്? ഗാന്ധിജി ഉൾപ്പെടെ നേതാക്കളെല്ലാം ജയിലിലാണ് അല്ലെ. പക്ഷെ വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, തൊഴിലാളികൾ, സ്ത്രീകൾ ഇവരൊക്കെ ഈ സമരത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി. പോസ്റ്റ് ഓഫീസുകൾ, കമ്പി തപാൽ ഓഫീസുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവ ആക്രമിക്കപ്പെട്ടു. ജയപ്രകാശ് നാരായണൻ, റാം മനോഹർ ലോഹ്യ, അരുണ ആസ്ഫലി, സുജേത കൃപലാനി തുടങ്ങിയവർ ഒളിവിൽ നിന്ന് സമരം നയിച്ചു. ബോംബെ നഗരത്തിൽ നിന്ന് രഹസ്യമായി സംപ്രേഷണം ചെയ്ത കോൺഗ്രസ് റേഡിയോ വഴി നേതാക്കന്മാർ സമരക്കാരോട് സംസാരിച്ചിരുന്നു. ഓക്കെ. കോൺഗ്രസ് റേഡിയോ വഴി എന്ത് ചെയ്തു? നേതാക്കന്മാർ സമരക്കാരോട് സംസാരിച്ചിരുന്നു. ഓക്കെ. ഈ സമരം പലയിടത്തും ആക്രമണത്തിലേക്ക് എത്തിയപ്പോഴും അക്രമങ്ങളെ അപലപിക്കാൻ ഗാന്ധിജി തയ്യാറായില്ല. ഭരണകൂടത്തിന്റെ ആക്രമണമാണ് ജനങ്ങളെ പ്രകോപിപ്പിച്ചതെന്നായിരുന്നു ഗാന്ധിജിയുടെ നിലപാട്. അക്രമത്തെ അപലപിക്കണമെന്ന സർക്കാരിന്റെ നിർബന്ധത്തിന് വഴങ്ങാതെ ഗാന്ധിജി ജയിലിൽ 21 ദിവസത്തെ നിരാഹാരം പ്രഖ്യാപിച്ചു. അക്രമത്തെ അപലപിക്കണമെന്ന സർക്കാരിന്റെ നിർബന്ധത്തിന് വഴങ്ങാതെ ഗാന്ധിജി ജയിലിൽ 21 ദിവസത്തെ നിരാഹാരം പ്രഖ്യാപിച്ചു. ഗാന്ധിജിയെ മോചിപ്പിക്കണമെന്ന ആവശ്യപ്പെട്ട് അന്തർദേശീയ പത്രങ്ങൾ രംഗത്ത് വന്നു. എന്നാൽ എല്ലാറ്റിനെയും അതിജീവിച്ച് ഗാന്ധിജി നിരാഹാരവ്രതം പൂർത്തിയാക്കി. ഓക്കെ. ഇനി ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ചില പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിൽ നിന്ന് മോചിക്കപ്പെട്ടിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ചില പ്രദേശങ്ങൾ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിൽ നിന്ന് മോചിക്കപ്പെട്ടിരുന്നു. അവിടങ്ങളിൽ താൽക്കാലിക ഭരണകൂടങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഓക്കെ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ബോംബെയിലെ, അതായത് ഇന്നത്തെ മുംബൈ ട്ടോ, അവിടെ സ്ത്രീകളുടെ ജാഥയാണ് ഈ കാണുന്നത് ട്ടോ. കണ്ടോ?
ഇനി ബല്ലിയ എന്താ ബല്ലിയ? ഉത്തർപ്രദേശിലെ ബല്ലിയയിൽ ചിറ്റു പാണ്ഡെയുടെ നേതൃത്വത്തിൽ സമാന്തര ഭരണം സ്ഥാപിക്കപ്പെട്ടു. നമ്മൾ എന്താ പറഞ്ഞത്? ഇപ്പോ ലാസ്റ്റ് എന്താ പറഞ്ഞത്? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ചില പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിൽ നിന്ന് മോചിക്കപ്പെട്ടിരുന്നു. അവിടങ്ങളിൽ താൽക്കാലിക ഭരണകൂടങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. അപ്പം ഇവിടെ ഉത്തർപ്രദേശിലെ ബല്ലിയ എവിടെയാണ്? ഉത്തർപ്രദേശ് ചോദിക്കാം. എന്താ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഉത്തർപ്രദേശിലെ ബല്ലിയയിൽ ചിറ്റു പാണ്ഡെയുടെ നേതൃത്വത്തിൽ സമാന്തര ഭരണം സ്ഥാപിക്കപ്പെട്ടു. ഉത്തർപ്രദേശിലെ ബല്ലിയയിൽ ചിറ്റു പാണ്ഡെയുടെ നേതൃത്വത്തിൽ ഉത്തർപ്രദേശിലെ ബല്ലിയയിൽ ചിറ്റു പാണ്ഡെയുടെ നേതൃത്വത്തിൽ സമാന്തര ഭരണം സ്ഥാപിക്കപ്പെട്ടു. സത്താറയിലോ? മഹാരാഷ്ട്രയിലെ സത്താറ എവിടെയാണ്? മഹാരാഷ്ട്ര. അവിടെ നാനാ പാട്ടീലിന്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന ഭരണകൂടം 1945 വരെ നിലനിന്നു. അപ്പൊ ഉത്തർപ്രദേശിലെ ബല്ലിയയിൽ ചിറ്റു പാണ്ഡെയുടെ നേതൃത്വത്തിൽ സമാന്തര ഭരണം സ്ഥാപിക്കപ്പെട്ടു. മഹാരാഷ്ട്രയിലെ സത്താറയിൽ നാനാ പാട്ടീലിന്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന ഭരണകൂടം 45 വരെ നിലനിന്നു. താംലൂക്ക് അല്ലെ? ബംഗാളിലെ താംലൂക്കിൽ നിലവിൽ വന്ന ഭരണകൂടം 1 വർഷക്കാലം വരെ തുടർന്നു. വിദ്യാലയങ്ങൾക്ക് സഹായം നൽകിയും കോടതികൾ സ്ഥാപിച്ചും മിച്ചമുള്ള ധാന്യം ദരിദ്രർക്ക് നൽകിയും ഭരണകൂടം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. അപ്പം ബല്ലിയ ഓർത്തു വച്ചേക്കുക, സത്താറ, അതുപോലെ താംലുക്ക്. ബല്ലിയ എവിടെയാണ്? ഉത്തർപ്രദേശ്. അവിടുത്തെ നേതൃത്വം കൊടുത്തത് ചിറ്റു പാണ്ഡെ. സത്താറ നാനാ പാട്ടീലിന്റെ നേതൃത്വത്തിൽ എന്താണ്? മഹാരാഷ്ട്രയിൽ അല്ലെ? ഓക്കെ. ബംഗാളിലെ താംലൂക്ക്. ഓക്കെ ആണല്ലോ. ഇനി ഡൽഹി ചലോ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള അവസാന യുദ്ധം എന്താണ്? ആരംഭിച്ചിരിക്കുന്നു. രാഷ്ട്രപിതാവെ, ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹങ്ങൾ തേടുകയാണ്. 1944 ജൂലൈ 6 ആസാദ് ഹിന്ദ് റേഡിയോ വഴി സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലെ വാക്കുകളാണിത്. എന്താ പറഞ്ഞത്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള അവസാന യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. രാഷ്ട്രപിതാവെ, ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിരുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹങ്ങൾ തേടുകയാണ്. ആസാദ് ഹിന്ദ് റേഡിയോ വഴി 1944 ജൂലൈ 6 സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലെ വാക്കുകളാണിത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി തികച്ചും വേറിട്ട വഴി സ്വീകരിച്ച നേതാവായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. 2 തവണ കോൺഗ്രസിന്റെ പ്രസിഡന്റായ സുഭാഷ് ചന്ദ്രബോസ് പിന്നീട് ഗാന്ധിജിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി രൂപീകരിക്കുകയാണ് ചെയ്തിരുന്നത്. ഓക്കെ. അപ്പൊ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായിട്ട് തികച്ചും വേറിട്ട വഴിയായിരുന്നു ആര് സ്വീകരിച്ചിരുന്നത്? സുഭാഷ് ചന്ദ്രബോസ്. 2 തവണ എന്തായിട്ടുണ്ട്? കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. പിന്നീട് ഗാന്ധിജിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു, ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി രൂപീകരിച്ചു. ഓക്കെ. ഇനി 2ാം ലോക മഹായുദ്ധ കാലത്ത് സിംഗപ്പൂരിലെത്തിയ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തു. 2ാം ലോക മഹായുദ്ധ കാലത്ത് സിംഗപ്പൂരിലെത്തിയ സുഭാഷ് ചന്ദ്രബോസ് എന്ത് ചെയ്യാണ്? അല്ലെ? INA, അതായത് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തു. INA-യെ പുനഃസംഘടിപ്പിച്ച അദ്ദേഹം ജപ്പാൻ പട്ടാളത്തോടൊപ്പം ഇന്ത്യയിലേക്ക് മാർച്ച് ചെയ്തു. എന്നാൽ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ കനത്ത ചെറുത്തുനിൽപ്പിനെ മറികടക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? സുഭാഷ് ചന്ദ്രബോസിന്റെ ശ്രമങ്ങൾക്ക് കഴിഞ്ഞില്ല. ലക്ഷ്യം നേടുന്നതിൽ വേണ്ടത്ര വിജയിച്ചില്ലെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിന്റെ അവസാന ഘട്ടത്തിൽ ജനങ്ങളിൽ ആവേശം സൃഷ്ടിക്കാൻ INA-ക്ക് കഴിഞ്ഞു. ലക്ഷ്യം നേടുന്നതിൽ വേണ്ടത്ര വിജയിച്ചില്ല, എന്നാൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ അവസാന ഘട്ടത്തിൽ എന്ത് ചെയ്തു? ജനങ്ങളിൽ ആവേശം സൃഷ്ടിക്കാൻ INA-ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. 2ാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് ശേഷം ബ്രിട്ടീഷുകാർ പിടികൂടിയ INA ഭടന്മാരെ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ച് വിചാരണ ചെയ്തു. 2ാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് ശേഷം എന്ത് ചെയ്യാണ്? ബ്രിട്ടീഷുകാർ പിടികൂടിയ INA ഭടന്മാരെ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ച് വിചാരണ ചെയ്തു. കേണൽ പ്രേം സൈഗാൾ, ആരൊക്കെ? കേണൽ പ്രേം സൈഗാൾ, കേണൽ GS ധില്ലൻ, ഷാനവാസ് ഖാൻ തുടങ്ങിയവരെ വിചാരണ ചെയ്യുന്നതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചു. ആരൊക്കെയാണ്? ഒന്നുകൂടെ പറയാം. കേണൽ പ്രേം സൈഗാള്, കേണൽ GS ധില്ലൻ, ഷാനവാസ് ഖാൻ തുടങ്ങിയ അവരെ വിചാരണ ചെയ്യുന്നതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിക്കുകയാണ്. ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ വിചാരണ വേളയിൽ കോടതിയിലെത്തി ദ്രോഹികളല്ല ദേശാഭിമാനികൾ എന്ന പേരിൽ ലഘുലേഖകൾ പ്രചരിക്കപ്പെട്ടു.
എന്ത് ലഘുലേഖകള്? ദേശദ്രോഹികളല്ല ദേശാഭിമാനികൾ എന്ന പേരിൽ ലഘുലേഖകൾ പ്രചരിക്കപ്പെട്ടു. യുദ്ധാനന്തര കാലത്ത് ബ്രിട്ടീഷ് ഭരണകൂടം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു INA ഭടന്മാരുടെ വിചാരണക്കെതിരെ നടന്ന ഈ പ്രക്ഷോഭങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ നാഷണൽ ആർമി, ബ്രിട്ടീഷ് ഇന്ത്യൻ പട്ടാളത്തിൽ ഓഫീസറായിരുന്ന മോഹൻ സിംഗ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ രൂപീകരണത്തിന് മുൻകൈയെടുത്തത്. ബ്രിട്ടീഷ് ഇന്ത്യൻ പട്ടാളത്തിൽ ഓഫീസറായിരുന്നു ആര്? മോഹൻ സിംഗ്. അദ്ദേഹമാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ രൂപീകരണത്തിന് മുൻകൈയെടുത്തത്. സുഭാഷ് ചന്ദ്രബോസും ക്യാപ്റ്റൻ ലക്ഷ്മിയും കണ്ടോ? ഫോട്ടോ കണ്ടോ? ഓക്കെ. ഇനി എന്താണ്? പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് INAയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു. അത് രൂപീകരണത്തിന് മുൻകൈ എടുത്തത് മോഹൻ സിംഗ് ആണ്. പക്ഷെ പിന്നീട് അത് ആര് ഏറ്റെടുത്തു? സുഭാഷ് ചന്ദ്രബോസ് INAയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു. INAയുടെ പ്രവർത്തനങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ വലുതായിരുന്നു. റാണി ഝാൻസി റെജിമെന്റ് എന്ന പേരിൽ വനിതാ വിഭാഗവും പ്രവർത്തിച്ചിരുന്നു. ഇതിന്റെ വനിതാ വിഭാഗം, അതായത് റാണി ഝാൻസി റെജിമെന്റ് എന്ന പേരിൽ അവരും പ്രവർത്തിച്ചിരുന്നു. ഇതിന് നേതൃത്വം നൽകിയത് മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗളായിരുന്നു. ഓക്കെ. INAയിലെ മറ്റൊരു മലയാളിയായിരുന്നു വക്കം അബ്ദുൽ ഖാദർ. അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ പിടികൂടി തൂക്കിലേറ്റി. അപ്പോൾ റാണി ഝാൻസി റെജിമെന്റ് എന്ന പേരിൽ വനിതാ വിഭാഗവും പ്രവർത്തിച്ചിരുന്നു. ഇതിന് നേതൃത്വം നൽകിയത് മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗളായിരുന്നു. അതുപോലെ INAയിലെ മറ്റൊരു മലയാളിയായിരുന്നു നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ. അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ പിടികൂടി തൂക്കിലേറ്റുകയും ചെയ്തിരുന്നു. ഓക്കെ. ഇനി സ്വാതന്ത്ര്യത്തിലേക്ക് അല്ലെ. രണ്ടാം ലോക മഹായുദ്ധവും മാറിയ അന്താരാഷ്ട്ര സാഹചര്യങ്ങളും സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര വേഗത്തിലാക്കി. അന്നത്തെ വൈസ്രോയി ആയിരുന്ന വേവൽ പ്രഭു എന്ത് ചെയ്തു? ഇന്ത്യയിലെ നേതാക്കളുമായി ചർച്ചകൾ നടത്തി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. രണ്ടാം ലോക മഹായുദ്ധവും മാറിയ അന്താരാഷ്ട്ര സാഹചര്യവും സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര വേഗത്തിലാക്കുകയാണ്. അന്നത്തെ വൈസ്രോയി ആയിരുന്ന വേവൽ പ്രഭു, അന്നത്തെ വൈസ്രോയി ആരായിരുന്നു? വേവൽ പ്രഭു. വേവൽ പ്രഭു ഇന്ത്യയിലെ നേതാക്കളുമായി ചർച്ചകൾ നടത്തി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ഈ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാൻ 45 ജൂൺ മാസത്തിൽ ഷിംലയിൽ യോഗം വിളിച്ചെങ്കിലും അത് വേണ്ടത്ര ഫലം കണ്ടില്ല. ഈ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാൻ 1945 ജൂൺ മാസത്തിൽ സിംലയിൽ യോഗം വിളിച്ചെങ്കിലും അത് വേണ്ടത്ര ഫലം കണ്ടില്ല. സിംല സമ്മേളനത്തിന് ശേഷമുണ്ടായ മറ്റു ചില സുപ്രധാന സംഭവങ്ങളാണ്. ഒന്ന്, ക്യാബിനറ്റ് മിഷൻ 1946 മാർച്ച്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അധികാര കൈമാറ്റം ചർച്ച ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് മന്ത്രിസഭയിലെ 3 അംഗങ്ങൾ ഉൾപ്പെട്ട കമ്മീഷൻ. സ്റ്റഫോർഡ് ക്രിപ്സ്, പെത്വിക് ലോറൻസ്, AV അലക്സാണ്ടർ എന്നിവരായിരുന്നു അംഗങ്ങൾ. അധികാര കൈമാറ്റം ചർച്ച ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് മന്ത്രിസഭയിലെ 3 അംഗങ്ങൾ ആരൊക്കെയെന്ന് ഉൾപ്പെട്ട കമ്മീഷൻ ആയിരുന്നു ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. അതിലെ അംഗങ്ങളായിരുന്നു സ്റ്റഫോർഡ് ക്രിപ്സ്, പെത്വിക് ലോറൻസ്, AV അലക്സാണ്ടർ. സ്റ്റഫോർഡ് ക്രിപ്സ് പഠിച്ച്, പെത്വിക് ലോറൻസ്, അതുപോലെ AV അലക്സാണ്ടർ. ഓക്കെ. ഇനി എന്താണ്? അധികാര കൈമാറ്റം നടക്കുന്നത് വരെ ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുക, ഇന്ത്യക്കായി ഭരണഘടന തയ്യാറാക്കാൻ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുക എന്നിവയായിരുന്നു പ്രധാന നിർദ്ദേശങ്ങൾ. ഇമ്പോർട്ടന്റ് ആണ്. അധികാര കൈമാറ്റം നടക്കുന്നത് വരെ ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുക, ഇന്ത്യക്കായി ഭരണഘടന തയ്യാറാക്കാൻ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുക. ഇതായിരുന്നു പ്രധാന നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യക്കായി ഭരണഘടന തയ്യാറാക്കാൻ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുക, അതുപോലെ ഈ അധികാര കൈമാറ്റം നടക്കുന്നത് വരെ ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുക. ഇതായിരുന്നു ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങൾ. എന്നാ വന്നത്? 1946 മാർച്ചിലാണ്. ഇനി മൗണ്ട് ബാറ്റൺ പദ്ധതി അതെന്താണ്? 1947 ജൂൺ 3-ന്. ജൂൺ 3-നാണ്. ഓക്കെ. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ 2 മാസത്തിനടുത്ത് അല്ലെ. 1947 ജൂൺ 3-ന് അവസാനത്തെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൺ മുന്നോട്ട് വെച്ച പദ്ധതി. അപ്പൊ ആരായിരുന്നു അവസാന വൈസ്രോയി? മൗണ്ട് ബാറ്റൺ. മൗണ്ട് ബാറ്റൺ അദ്ദേഹം മുന്നോട്ട് വെച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി. രാജ്യത്തെ ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ 2ആയി വിഭജിച്ച് സ്വാതന്ത്ര്യം കൈമാറാൻ ആര് നിർദ്ദേശിക്കുകയാണ്? മൗണ്ട് ബാറ്റൺ. അതാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി. ജൂൺ 3-ലെ 1947 ജൂൺ 3-ലെ മൗണ്ട് ബാറ്റൺ പദ്ധതി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം 1947 ഓഗസ്റ്റ് 15 അല്ലെ. ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമപ്രകാരം 1947 ഓഗസ്റ്റ് 15-ന് എന്താവുകയാണ്? നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമാവുകയാണ്. ഓക്കെ. ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി. ഓക്കെ ആണല്ലോ. ഇനി ബ്രിട്ടീഷ് ഭരണത്തിന്റെ അവസാനം
47 ജൂലൈ 18 വെള്ളിയാഴ്ച ഉള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഉപരിസഭയായ പ്രഭുസഭയുടെ വലിയ മേശമേൽ രാജാവ് ജോർജ് ആറാമന്റെ അനുമതിക്കായി ബില്ലുകൾ അടുക്കി വെച്ചിരുന്നു. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഉപരിസഭയായ പ്രഭുസഭയുടെ വലിയ മേശമേൽ രാജാവ് ജോർജ് ആറാമന്റെ അനുമതിക്കായി ബില്ലുകൾ അടുക്കി വെച്ചിരുന്നു. മേശയുടെ ഒരു വശത്ത് രാജാവിന്റെ പ്രതിനിധിയായ ഗുമസ്തനും മറുവശത്ത് പാർലമെന്റിന്റെ പ്രതിനിധിയും സന്നിഹിതരായിരുന്നു. പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ഹൗസ് ഓഫ് കോമൺസിൽ നിന്ന് 30 അംഗ സംഘവും അവിടെ എത്തി. പ്രധാനമന്ത്രിയായിരുന്നു ആ സമയത്ത് ക്ലമന്റ് ആറ്റ്ലി അല്ലെ. ക്ലമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ഹൗസ് ഓഫ് കോമൺസിൽ നിന്ന് 30 അംഗ സംഘവും അവിടെ എത്തിയിരുന്നു. പാർലമെന്റിന്റെ പ്രതിനിധിയായ ഗുമസ്തൻ ഒരു ബില്ല് കയ്യിലെടുത്ത് ഇങ്ങനെ വായിച്ചു: സൗത്ത് മെട്രോപൊളിറ്റൻ ഗ്യാസ് ബില്ല്. രാജാവിന്റെ പ്രതിനിധി മറുപടി നൽകി: ലേ റോയിലെ വ്യോൾട്ട്. രാജാവ് ഇത് അംഗീകരിക്കുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പാർലമെന്റിന്റെ പ്രതിനിധി അടുത്ത ബില്ല് കയ്യിലെടുത്തു: ദ ഫെലിക്സ് സ്റ്റോ പിയർ ബിൽ. രാജാവിന്റെ പ്രതിനിധി ലേ റോയിലെ വ്യോൾട്ട്. പാർലമെന്റിന്റെ പ്രതിനിധി മറ്റൊരു ബില്ല് കയ്യിലെടുത്തു: ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ല്. ഓക്കെ. അങ്ങനെ ഓരോ ബില്ല് അങ്ങനെ. അപ്പൊ അതിനൊക്കെ എന്ത് പറയാണ്? രാജാവ് ഇത് അംഗീകരിക്കുന്നു. അങ്ങനെ ആ ഹാളില് രാജപ്രതിനിധിയുടെ ശബ്ദം മുഴങ്ങുകയാണ്: ഇന്ത്യ സ്വതന്ത്രമായി, ബ്രിട്ടീഷ് ഭരണം ചരിത്രത്തിന്റെ ഭാഗമായി. ഓക്കെ ആണല്ലോ. ഇതാണ് ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഡൊമിനിക് ലെപ്പേറെ ആൻഡ് ലാരി കൊളിൻസിന്റെ ഫ്രീഡം ഓഫ് മിഡ്നൈറ്റ്. ഓക്കെ. ഡൊമിനിക് ലെപ്പേറെ ആൻഡ് ലാരി കൊളിൻസിന്റെ ഫ്രീഡം ഓഫ് മിഡ്നൈറ്റിൽ നിന്നുള്ളതാണ്. ഓക്കെ. അപ്പോ ഇതൊന്ന് ഒന്നുകൂടെ വായിച്ചു നോക്കാം കേട്ടോ. ഇനി ആധുനിക ലോകം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. വർഷങ്ങൾ നീണ്ടുനിന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരം എക്കാലത്തും ചില മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചിരുന്നതായി കാണാം നമുക്ക്. അഹിംസ, ജനാധിപത്യം, ദേശീയ ഐക്യം, മതേതരത്വം, ബഹുസ്വരത, സാമൂഹിക നീതി, സാമ്പത്തിക സ്വയം പര്യാപ്തത എന്നിവ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് വച്ച മൂല്യങ്ങളിൽ ചിലതാണ്. ഈ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേണം രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ നമ്മൾ ഓരോരുത്തരും പങ്കാളികളാകാൻ. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പാർട്ട് 2 പാർട്ട് 1 നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പാർട്ട് 2 ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതൊരൊറ്റ കേൾവി കൊണ്ട് പഠിച്ചു എന്ന് ഉറപ്പുവരുത്തരുത്. വീണ്ടും കേൾക്കുക. എന്ത് ചെയ്യുക? അറിയാത്ത കാര്യങ്ങൾ നോട്ട് എഴുതിയെടുക്കുക. വർഷങ്ങളൊക്കെ ഒന്ന് നോട്ട് എഴുതിയെടുക്കുക. പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ സ്റ്റിക്കി നോട്ടൊക്കെ എടുത്തിട്ട് അതിൽ എഴുതിയിട്ട് വർഷങ്ങളൊക്കെ ഒന്ന് നമ്മുടെ കാണുന്ന സ്ഥലത്തിൽ ഒന്ന് ഒട്ടിച്ചു വെച്ചേക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ശരി. താങ്ക് യു.